മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി റിലീസിന് എത്തിയിട്ടുണ്ട്. കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു. ചിരിക്കരുതേ. കൊള്ളത്തില്ല. അഖിൽമാരാര് ആപ്പാട് അരമണിക്കൂറാണ്ട് പടത്തിയുള്ളത് 25 മിനിറ്റ് പുള്ളി ബുള്ളറ്റിനകത്താണ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ക്യാമിയല്ല, മെയിൻ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇമ്മാതി അണ്ട പടമൊന്നും അഖിൽമാരൊന്നും ചെയ്യല്ലോ. പുള്ളിയൊക്കെ വിശ്വസിച്ചാണ് നമ്മളൊരു പടം കാണാൻ വരുന്നത്. പടം തന്നെയായിരുന്നു. അങ്ങനെയുണ്ട് അഖിൽമാരാണ് മുള്ളൻകൊല്ലി. ഈ വർഷം കണ്ടതിൽ കുറച്ച് 2-3 പടം വേസ് കണ്ടിട്ടുണ്ട്. അതിലൊരു പുതിയ അഡ്മിഷനുകളാണ് ഈ സിനിമ. പറയുകയാണെങ്കിൽ മുള്ളൻകൊല്ലിന്ന് പേര് വിട്ട് കാശ് കൊടുത്ത് കാണുന്ന പ്രേക്ഷകർ ആളെ കൊല്ലിന്നാക്കുന്നൊരു സിനിമയാണത്. ബിഗ് ബോസ് എന്നൊരു ലോഡ് ഒരു വണ്ടിക്ക് ആൾ ഇതിനകത്ത് മറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊരു നടക്ക് പോണ കേസല്ല. അതിലൊരാളാണ് അഭിഷേക് സുരേഷ്. നമ്മുടെ മാധവ് സുരേഷിന് ഒത്ത എതിരാളി. ഞങ്ങൾ അനോധരണ, പക്ഷേ ഘണ്ടകളല്ല. സെയിം കൂടുതലൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ നല്ലൊരു മികച്ചൊരു വാഗ്ദാനം, എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി. ഞാൻ എന്ത് ചെയ്യാനാ. നാലാമത്തെ ആൾ എന്ന് പറയുന്നത് വേദലക്ഷ്മി. ഇപ്പോൾ കറന്റ്ലി ഓൺഗോയിങ് ബിഗ് ബോസിലുള്ള ബിഗ് ബോസ് സദാചാര കുലസ്ത്രീയായിട്ടുള്ള വേദലക്ഷ്മി. അത്രയ്ക്ക് മോശമായ പ്രാണനെ പറ്റി അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം. പക്ഷെ ഇതിൽ കണക്കാം. ഇനി അവന്റെ വരവാണ്. സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. അദ്ദേഹത്തിന്റെ മോസ് എൻട്രിയാണ് അത്. നമ്മുടെ സ്ഫടികത്തിൽ ലാലേട്ടൻ്റെ എൻട്രിക്ക് സമാനം. ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കലി ഒന്നും പറയാത്ത നല്ലത്. എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാരാറുടെ മറ്റേതൊക്കെ ഉണ്ട്, ലൂസിഫറിലെ സീത് പാലയിലേക്ക് ആയിട്ട്. പക്ഷെ എൻ്റെ പൊന്നു തുടക്കം തന്നെ മലങ്കൾട്ടിൻ്റെ ഉത്സവം. അടുത്തായി കടന്നു വരികയാണ് അടുത്ത ബിഗ് ബോസ് എൻട്രി, സെറീനയുടെ ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുക. മനസാക്ഷിയില്ല, സംസാരിക്കരുത് സാർ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം. ഈ സിനിമയിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാരും ഈ സെലീനയും എല്ലാവരും ഇങ്ങനെ ഓടുക. അത് നമ്മളെ സ്ലോ മോഷൻ കാണി ഇങ്ങനെ ഓടുക. എനിക്ക് തോന്നുന്നത് ഒരു ഓടുന്ന സിനിമയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ് ആയിരിക്കും. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കി. ഞാൻ ക്യൂ നിന്ന് കരയുക. ക്യൂ നിന്നിട്ട് അവർ അല്ലെങ്കിൽ ഇങ്ങനെ പാരലായിട്ട് നിന്നിട്ട് അവർ പരിപാടി മാരാറ്. പിന്നെ നാക്ക് കടിയുണ്ട്, മാരാടെ നാക്ക് കടിച്ചിട്ട് മറ്റേ ബിഗ് ബോസിൽ കണ്ടില്ലേ, സെയിം ഊതിയതാണല്ലേ? അല്ലടാ സത്യം. മുക്കൽ മത്സരം അവസാനം. അങ്ങനെയൊക്കെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. മികച്ച ഒരു മലങ്കൾട്ട് അന്തസ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല ചേട്ടാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.